എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. സ്ഥാനാർത്ഥി ഒരു പേയ്മെൻറ്റ് സീറ്റാണെന്ന് പോലുമുള്ള വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ KPCC നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് ഷമീർ തുകലിൻ്റേത്. ഷമീർ തുകലിൽ തന്നെ 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ KPCCക്ക് പരാതി ലഭിക്കുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പുതിയ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഈ പുതിയ തീരുമാനത്തെ KPCC എടുത്ത ഈ തീരുമാനത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നതോട് ഒപ്പം തന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ ഉള്ള ഞാൻ ഉൾപ്പെടെ 4 പേരുടെ പേരാണ് വന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ജയസാധ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥി, ഇവിടുന്ന് ഈ മണ്ഡലം കോൺഗ്രസിൻ്റെ തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത് നഷ്ടപ്പെട്ടു പോരുത്. ആ ഒരു താല്പര്യമാണ് ഞങ്ങൾ ഇവിടെയുള്ള ഈ ഡിവിഷൻ്റെ അകത്തുള്ള 4 സ്ഥാനാർത്ഥിമാരും ഇവിടുത്തെ ഉള്ള പ്രവർത്തകരും നേതൃത്വത്തിൻ്റെ ആഗ്രഹം. പുറമേ നിന്നൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞങ്ങൾക്ക് അത് വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടല്ല, ഇവിടെ വിജയസാധ്യത അത് കുറവാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം മൊത്തത്തിൽ വന്നപ്പോൾ നമ്മുടെ ഈ മണ്ഡലം കൈവിട്ടു പോകും ഒരു അവസ്ഥ വന്നതുകൂടിയാണ് ഞങ്ങളിത് നേതൃത്വത്തിന് പരാതിയായിട്ട് പോകാൻ തീരുമാനിച്ചത്. ഇത്തരത്തിൽ ഈ താങ്കളുടെ അടക്കമുള്ള 4 പേരുകളാണ് പരിഗണിച്ചിരുന്നത്. പിന്നീട് ഇത് എന്തുകൊണ്ടാണ് ഇത് മാറുന്നത്, അല്ലെങ്കിൽ എന്താണ് പിന്നീട് സംഭവിച്ചത്? ഈ വിജയസാധ്യത മാത്രമാണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ സത്യത്തിലും വിജയസാധ്യതയാണല്ലോ നമ്മുടെ നേതൃത്വം. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ് നമ്മൾ വിജയസാധ്യതയുള്ള ആളുകളെ തന്നെ മത്സരിപ്പിക്കുന്നത് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും KPCC ആണെങ്കിലും KPCC എല്ലാവരും പറഞ്ഞു. പക്ഷേ വിജയസാധ്യത ഇല്ലാത്ത പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ, ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ 2005 പോലെ ജനപ്രതിനിധിയാണ്. 2010-15 എനിക്ക് കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് മെമ്പർക്കുള്ള ജസ്റ്റിസ് രാധാകൃഷ്ണൻ സാറിൻ്റെ പേരിലുള്ള അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. ഇപ്പം ഞാൻ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഞാൻ ഇവിടെ മത്സരിച്ചത് 8 വാർഡിലാണ്. 8 വാർഡിൽ ഞാൻ 4500 വോട്ടിന് ഭൂരിപക്ഷം വിജയിച്ചത്. ഇപ്പോൾ കീഴ്മാട് ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4048 വാർഡുകളുടെ ഡിവിഷനിലാണ് ഞാൻ ഈ 8 വാർഡിൽ നിന്ന് 4500 വോട്ടിന് ജയിച്ചത്. പക്ഷേ എൻ്റെ മാത്രം അഭിപ്രായം, നാട്ടിലുള്ള ആളുകളുടെ മൊത്തം അഭിപ്രായം വിജയസാധ്യതയാണ് നമുക്കിവിടെ വലുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയത്. അല്ലാതെ വ്യക്തിപരമായിട്ട് ആരോടും ഒരു ഇതുമില്ല. പിന്നെ ഇത് ഏത് മാനദണ്ഡത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം പുറത്തു നിന്ന് ഇങ്ങനെ ഒരാൾ വന്നതും, ഇതിപ്പോൾ ഇവിടെ ആളുകൾ പറഞ്ഞ വിജയസാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഡിവിഷൻ തന്നെ കൈവിട്ട് പോകും, നമ്മുടെ പാർട്ടിയിൽ നമ്മുടെ UDFൻ്റെ വിജയസാധ്യത തന്നെ കുറവാണ് എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ വന്ന തീരുമാനം, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്തായാലും നേതൃത്വം നല്ലൊരു തീരുമാനം കൈക്കൊള്ളുന്നതാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേതൃത്വം തന്നെ പരിശോധിച്ചപ്പോൾ മനസ്സിലായേണ്ട ഇവിടെ വിജയസാധ്യത ആര് മത്സരിച്ചാലാണെന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. ഈ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. ഇവിടുത്തെ അനുഭാവികളോട് പ്രവർത്തകരോട് ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഇവിടെ ആർക്കാണ് വിജയസാധ്യത. പരിശോധിച്ചിട്ട് നേതൃത്വത്തിന് നല്ലൊരു തീരുമാനം എടുക്കട്ടെ. നമ്മുടെ ഈ നല്ലതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു തീരുമാനമാണ് നമ്മുടെ നേതൃത്വം, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതൃത്വം എടുക്കുകയുള്ളൂ. എന്തായാലും ഈ തീരുമാനം നേതൃത്വം എന്ത് തീരുമാനം എടുത്താലും ഞാനത് അംഗീകരിച്ചാൽ മുന്നോട്ട് പോകും. ടീം UDF ആയിട്ട് ഞാൻ അതിൻ്റെ കൂടെ മുന്നിൽ നിന്ന് നയിക്കും. യാതൊരു തർക്കമില്ല. എന്തായാലും എൻ്റെ നേതൃത്വം നല്ലൊരു തീരുമാനം കൈക്കൊള്ളുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ചർച്ച ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് മണ്ഡലത്തിലുള്ള ആളുകൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡം എന്തായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഒരു ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഒപ്പം തന്നെ വിജയസാധ്യതയാണ് മാനദണ്ഡമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡിവിഷനകത്തു നിന്നുള്ള പേരുകൾ പരിഗണിക്കണമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്.